ഹായ് എവരിവൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 കഷ്ണം നാരങ്ങ, ഒരു വലിയ ഉള്ളി, 3 പച്ചമുളക്, 2 തക്കാളി, 1 പിടി മല്ലിയില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ചെടുത്തത്, 1 പിടി അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്, 1 ടീസ്പൂൺ കസ്കസ്. ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം പൊടികളൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരിഞ്ഞു വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് വറുത്തെടുക്കാം. ഉള്ളി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഇതുണ്ടാക്കാനായി നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. ഓയിലൊന്നും ഉണ്ടാക്കിയാൽ ഇത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെ അരിഞ്ഞു വെച്ച ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്കുള്ള ഉള്ളി വാട്ടിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റാക്കി വാട്ടിയെടുക്കണം. അതിന് കുറച്ച് ഉപ്പിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഉള്ളി ഇപ്പോൾ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതുകൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയും പച്ചമുളകും ഒന്ന് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല, മല്ലിയില ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ, അണ്ടിപ്പരിപ്പ്, കസ്കസ് ഇത് മൂന്നും കൂടെ അരച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇതിൽ കുറച്ച് വെള്ളം കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും ഗ്രേവിയും കൂടി ഒന്ന് മിക്സ് ആയതിനു ശേഷം ഫ്രൈ ആക്കി വെച്ച ഉള്ളി കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച മല്ലിയില കൂടെ ഇതിന് മുകളിലിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഫ്രൈഡ് ഒനിയൻ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.